തിരുവനന്തപുരത്ത് BJP ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി. BJPയെ സംബന്ധിച്ച് വലിയ നേട്ടം തന്നെയാണ്, പ്രത്യേകിച്ച് രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ച്. BJPക്കകത്ത് രാജീവ് ചന്ദ്രശേഖരനെതിരെ വലിയ നീക്കം നടക്കുന്നുണ്ടായിരുന്നു. എന്നാൽ അതെല്ലാം തൽക്കാലം അവസാനിച്ചു. രാജീവ് ചന്ദ്രശേഖർ കസേര ഒന്നുകൂടി ഉറപ്പിച്ചിട്ടുണ്ട്. സത്യത്തിൽ ഇത് BJPയുടെ മാത്രം വിജയമല്ല, RSSന്റെ കൂടി വിജയമാണ്. വളരെ നേരത്തെ തന്നെ RSS കളത്തിൽ ഇറങ്ങിയിരുന്നു. വാർ റൂം തയ്യാറാക്കി ഇലക്ഷൻ പ്രചാരണത്തിന് തുടക്കം കുറിച്ചിരുന്നു. അത് പല രൂപത്തിലാണ്, അമ്പലങ്ങൾ വഴി, വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴിയൊക്കെ നേരത്തെ തന്നെ ഇടപെടൽ തുടങ്ങിയിരുന്നു RSS. അതിന്റെ ഫലം കാണുകയും ചെയ്തു. അത് BJPയുടെ മാത്രം വിജയമായി മാറ്റാൻ രാജീവ് ചന്ദ്രശേഖർ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അതിന് എതിരെ RSSനകത്ത് നിന്ന് ചെറിയ പ്രതിഷേധം ഉയർന്നു വരികയും ചെയ്യുന്നുണ്ട്. മുതിർന്ന RSS നേതാക്കൾ തന്നെ അത് പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട്. അതേസമയം BJP പ്രതീക്ഷ വെച്ച മറ്റൊരു സ്ഥലവും കൂടിയുണ്ട്. അത് സുരേഷ് ഗോപി എടുത്ത തൃശ്ശൂരാണ്. തൃശ്ശൂരിൽ പക്ഷേ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല BJPക്ക്. സുരേഷ് ഗോപി തൃശ്ശൂരിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ കലുങ്ക് സംഭാഷണം, അദ്ദേഹത്തിന്റെ ചായക്കട സംവാദങ്ങൾ, അദ്ദേഹത്തിന്റെ ചായ സൽക്കാര പരിപാടികൾ, ഇതൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോയിരുന്നു, നടന്നിരുന്നു. അത് പക്ഷേ BJPക്ക് വലിയ തിരിച്ചടിയായി മാറി. എന്താണ് സുരേഷ് ഗോപി എന്ന്, സുരേഷ് ഗോപിയുടെ രീതി, സ്വഭാവം, പ്രവർത്തനം എന്താണ് എന്ന് കൃത്യമായി തൃശ്ശൂർക്കാർക്ക് മനസ്സിലായി. നേരത്തെ മത്സരിക്കാൻ വന്ന ഘട്ടത്തിൽ, ലോക്സഭയിലേക്ക് മത്സരിക്കാൻ വന്ന ഘട്ടത്തിൽ സുരേഷ് ഗോപിയെ അടുത്തറിഞ്ഞിരുന്നില്ല. വെള്ളിത്തിരയിൽ കണ്ട സുരേഷ് ഗോപി ജനങ്ങൾക്ക് ഇടയിലേക്ക് ഇറങ്ങി വരുന്നു, അവരോട് സംവദിക്കുന്നു, അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുന്നു. ഇതൊക്കെയായിരുന്നു ജനങ്ങളുടെ മുന്നിലുണ്ടായിരുന്നത്. അത് വലിയ മാറ്റമുണ്ടാക്കും, തൃശ്ശൂരിൽ തന്നെ വലിയ ചലനമുണ്ടാക്കും എന്നൊക്കെ ജനങ്ങൾ കരുതി. അങ്ങനെയാണ് സുരേഷ് ഗോപിയെ വിജയിപ്പിച്ച് ലോക്സഭയിലേക്ക് അയച്ചത്. കേന്ദ്ര ക്യാബിനറ്റ് റാങ്ക് കിട്ടും എന്നൊക്കെയാണ് സുരേഷ് ഗോപി വിശ്വസിച്ചത്. പക്ഷേ കിട്ടിയത് സഹമന്ത്രി സ്ഥാനം. സഹമന്ത്രി സ്ഥാനം ലഭിച്ചതിന് ശേഷവും ഇപ്പോൾ 1 വർഷം കഴിഞ്ഞു. കേരളത്തിന് വേണ്ടി, മണ്ഡലത്തിന് വേണ്ടി എന്തു ചെയ്തു സുരേഷ് ഗോപി എന്ന ചോദ്യം ജനങ്ങൾ ചോദിച്ച് തുടങ്ങിയിട്ടുണ്ട്. ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ നൽകിയിരിക്കുന്നത്. സുരേഷ് ഗോപിയെ കൊണ്ട് ഒരു പ്രയോജനവുമില്ല, ഒരു സ്ഥലത്തും നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞില്ല. തൃശ്ശൂർ കോർപ്പറേഷനിൽ 8 സീറ്റ് മാത്രം നേടാനാണ് BJPക്ക് കഴിഞ്ഞത്, വെറും 8 സീറ്റ്. ബ്ലോക്ക് പഞ്ചായത്തുകളിൽ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞില്ല, ഗ്രാമപഞ്ചായത്തുകളിൽ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞില്ല. ഒരു ഗ്രാമപഞ്ചായത്തിൽ മാത്രമാണ് BJPക്ക് ജയിക്കാൻ കഴിഞ്ഞത് എന്നോർക്കണം. ബ്ലോക്ക് പഞ്ചായത്ത് ഒന്നും ലഭിച്ചിട്ടില്ല, ജില്ലാ പഞ്ചായത്തിൽ സീറ്റില്ല, മുനിസിപ്പാലിറ്റികളിൽ മുന്നേറ്റം കുറിക്കാൻ കഴിഞ്ഞത് കൊടുങ്ങല്ലൂരിൽ മാത്രമാണ്. മറ്റെവിടെയും ഒരു നേട്ടവും ഉണ്ടാക്കാൻ BJPക്ക് കഴിഞ്ഞില്ല. കൊടുങ്ങല്ലൂരാകട്ടെ നേരത്തെ BJPക്ക് അടിത്തറയുള്ള നഗരസഭയാണ്, അതിൽ ഒരു മാറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. സുരേഷ് ഗോപിയുടെ ഇടപെടൽ തൃശ്ശൂർ ജില്ലയിൽ BJPക്ക് തിരിച്ചടിയാണ് ഉണ്ടായത് എന്നാണ് വിലയിരുത്തൽ. ഇത് നേരത്തെ മനസ്സിലാക്കിയിരുന്നു സുരേഷ് ഗോപി. അതുകൊണ്ടാണ് അദ്ദേഹം തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ വോട്ട് തിരുവനന്തപുരത്ത് വന്ന് ചെയ്തത്. അദ്ദേഹത്തിന്റെയും കണ്ണ് തിരുവനന്തപുരത്തേക്ക് തന്നെയാണ്. തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന രീതിയിലേക്ക് സുരേഷ് ഗോപി ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നാണ് സുരേഷ് ഗോപിയുടെ അടുത്ത വൃത്തങ്ങളിൽ നിന്ന് അറിയുന്നത്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു കൈ നോക്കണോ, ലോക്സഭാ സീറ്റിൽ അടുത്ത തവണ തൃശ്ശൂരിൽ മത്സരിച്ചാൽ യാതൊരു രക്ഷയും ഉണ്ടാകില്ല, ലോക്സഭയിലേക്ക് തിരുവനന്തപുരത്ത് നിന്ന് മത്സരിച്ചാലോ, അതിനുവേണ്ടിയുള്ള ശ്രമം അതാകാം നല്ലത് എന്ന ചർച്ചകൾ നടക്കുന്നുണ്ട്. രാജീവ് ചന്ദ്രശേഖറാണ് കഴിഞ്ഞ തവണ മത്സരിച്ചത്. രാജീവ് ചന്ദ്രശേഖർ ഇത്തവണ നേമത്ത് നിയമസഭയിലേക്ക് മത്സരിക്കും എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അങ്ങനെ വരുമ്പോൾ ലോക്സഭയിലേക്ക് BJPക്ക് ഏറ്റവും പറ്റിയ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയാണ്. തിരുവനന്തപുരം സ്വദേശിയാണ്. തിരുവനന്തപുരത്ത് അല്പം ബന്ധുബലവും ഒക്കെയുണ്ട്. അതൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ലോക്സഭയിലേക്ക് തിരുവനന്തപുരത്ത് നിന്ന് ഒരു കൈ നോക്കിയാൽ മാത്രമേ രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ എന്ന് സുരേഷ് ഗോപി മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തൃശ്ശൂരിനെ നേരത്തെ എടുത്ത സുരേഷ് ഗോപി അതുപോലെ തന്നെ തിരിച്ച് തൃശ്ശൂരിൽ വെച്ച് തൃശ്ശൂരിൽ നിന്ന് വണ്ടി കയറാൻ തയ്യാറെടുത്ത് നിൽക്കുന്നു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്.